ഹലോ എവരിവൺ, ഞാൻ ബാനർജി ഭാസ്കരൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെ ബിസിനസ്സിലെ ഐഡിയൽ കസ്റ്റമറിനെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മുടെ പ്രോഡക്റ്റ് സർവീസ് എത്ര മനോഹരമായിരുന്നാലും അത് കിട്ടേണ്ട അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ള കസ്റ്റമറിലേക്ക് അത് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിസിനസ് ഒരിക്കലും നടക്കുകയില്ല. ഉദാഹരണമായി നമ്മളൊരു നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്വെറ്റർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പം ഈ സമയത്ത് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ആ സ്വെറ്റർ നമ്മളുടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വിൽക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ അതിന് വലിയൊരു ബിസിനസ് മാർക്കറ്റ് ഉണ്ടാകുകയില്ല. മറിച്ച് ഇതേ സമയത്ത് നമുക്ക് സൗത്ത് ആഫ്രിക്കയിലോ സൗത്ത് അമേരിക്കയിലോ ഇനി അതല്ല ഓസ്ട്രേലിയയിലോ ഈ സ്വെറ്റർ വിൽക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ബിസിനസ് ഉണ്ടാകും. കാരണം അവിടെ ഇപ്പോൾ വിൻ്റർ സീസണാണ്. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ബെസ്റ്റ് കസ്റ്റമേഴ്സ് ആരാണ്, നമ്മളുടെ ഐഡിയൽ കസ്റ്റമർ ആരാണ്, അവരെ എങ്ങനെ കണ്ടെത്താം എന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഏറ്റവും നല്ല കസ്റ്റമേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, ഏറ്റവും പ്രോഫിറ്റബിൾ ആയുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, നമ്മളുടെ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മളെ റെഫർ ചെയ്ത് തരുന്ന കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. ശേഷം അവരിൽ നിന്ന് നമുക്ക് അറിയാൻ ശ്രമിക്കാം എന്തുകൊണ്ടാണ് അവർ നമ്മളെ യൂസ് ചെയ്യുന്നത്. നമ്മളെ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം, നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് അവരുടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്നത്, ഏത് പെയിൻ ഏരിയയാണ് നമുക്കത് അവിടെ സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ലിസ്റ്റ് ഔട്ട് ഓൾ സിമിലാരിറ്റീസ് എന്ന് പറയും. എന്തൊക്കെയാണ് ഒരുപോലെ വരുന്നത് ഈ കസ്റ്റമേഴ്സിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ അല്ലെങ്കിൽ ഗുഡ് കസ്റ്റമർ, പിന്നെ ഒരു ബാഡ് കസ്റ്റമർ എന്നുള്ള നിലയിലേക്ക് നമുക്ക് അവരെ തരംതിരിച്ചെത്തിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് പേയ്മെൻറ്റ് കൃത്യമായി തരുന്ന ഒരു കസ്റ്റമർ അല്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ഒരു പ്രിഫേർഡ് കസ്റ്റമർ അല്ല. അങ്ങനെ നമ്മളുടെ ഐഡിയൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ സെഗ്മെൻറ്റ് കേന്ദ്രീകരിച്ച് നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അതിലൂടെയാണ് നമുക്ക് ബിസിനസ്സിലെ വളർച്ച ഉണ്ടാകാനായിട്ട് സാധിക്കുന്നത്. 2000 രൂപയുടെ ഷർട്ട് വിൽക്കുന്ന ഒരു കമ്പനിയുടെ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിലുള്ള ഒരു കസ്റ്റമേഴ്സാണ്. പക്ഷെ അവർക്ക് 20,000 രൂപയുടെ ഷർട്ട് വാങ്ങുന്ന കസ്റ്റമേഴ്സിനെ ഒരിക്കലും ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി അഥവാ ടാർഗറ്റ് ചെയ്താൽ തന്നെ 20,000 രൂപയുടെ റാൽഫ് ലോറൻ ഷർട്ട് വാങ്ങുന്ന ഒരു കസ്റ്റമർ 2,000 രൂപയുടെ ഷർട്ട് വാങ്ങാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ ഐഡിയൽ കസ്റ്റമർ ആരാണ്. ഒരുപക്ഷെ 100 എംപ്ലോയീസിന് മുകളിലുള്ള കമ്പനി ആയിരിക്കാം നമ്മുടെ കസ്റ്റമർ. പക്ഷേ എല്ലാ 100 എംപ്ലോയീസിനും മുകളിലുള്ള സ്ഥാപനം നമ്മളുടെ ഐഡിയൽ കസ്റ്റമർ ആകണമെന്നില്ല. അപ്പം അത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടെത്തി കഴിഞ്ഞ് ആ മാർക്കറ്റിലേക്ക് നമ്മൾ പ്രോപ്പർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിൽ വളർച്ചയുണ്ടാകും. താങ്ക് യു സോ മച്ച്. ബാനർജി ഭാസ്കരൻ.